ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നുള്ളതാണ് IDCWയുടെ ഫുൾ ഫോം. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി പറയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ IDCW പ്ലാൻ വഴി ഓരോ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നിശ്ചിത തുക തരും, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ആണ് നിശ്ചിത തുക തരാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സമയത്ത് തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പണം ആ മ്യൂച്വൽ ഫണ്ടിൽ ഇടിക്കുകയും ഡിവിഡൻഡ് പ്രഖ്യാപിക്കുക, ഡിവിഡൻഡ് അല്ലെങ്കിൽ IDCW പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് ഓരോ തീയതികളിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ പണം വരികയും ചെയ്യുന്ന രീതിയാണ് IDCW എന്ന് പറയാം. ഇത് ഡിവിഡൻഡ് അല്ല കേട്ടോ. ഇത് മുൻപ് ഇതിനെ ഡിവിഡൻഡ് എന്നാണ് വിളിച്ചിരുന്നതെന്നുണ്ടെങ്കിലും ഇതിനെ ഇപ്പോൾ ഡിവിഡൻഡ് എന്നല്ല വിളിക്കുന്നത്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ നമ്മൾക്ക് വിഡ്രോവലായിട്ട് കിട്ടുന്നതിൻ്റെ ലാഭം മാത്രമല്ല, അതിൽ നിന്നുള്ള ലാഭം നമ്മൾക്ക് തരാനുള്ള എമൗണ്ടിന് അത്രയും വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റലും കൂടെ വിഡ്രോ ആകും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു, അത് ഓരോ മാസവും 1% വെച്ച് നമുക്ക് തിരികെ തരാനായിട്ടുള്ള ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മാസം 1% നേട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ 1% ആക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത് എടുക്കും. അതുമാത്രമല്ല, ചില സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള റിട്ടേൺ കിട്ടണമെന്നും ഇല്ല.